ചെല്ലാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് കണ്ണമാലിയിലാണ്. ഞങ്ങൾ സിമിയെ തേടിയെത്തിയതാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്, പക്ഷേ അതാരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സിമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമിക്ക് കിട്ടുന്ന ഓരോ ടൈമും വേസ്റ്റ് ചെയ്യാതെ സിമിയുടെ കലാപരമായ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സിമി, ചെല്ലാൻ മീഡിയയിലേക്ക് സ്വാഗതം. സിമി വീട്ടമ്മയാണെന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടൈം എങ്ങനെ യൂസ് ചെയ്യണത്? എന്തൊക്കെ കലാപരമായ കാര്യങ്ങളാണ് സിമി ചെയ്യുന്നത്? ഞാൻ പഴയ സാരിയിൽ വില കുറഞ്ഞ മെറ്റീരിയൽസ് വാങ്ങിച്ച് അത് പുതിയ മോഡലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും പഴയ സാരി ആ ട്രെൻഡ് കഴിഞ്ഞാൽ മാറ്റിയിടുക പതിവ്. അതേസമയം ഞാൻ ആ പഴയ സാരി തന്നെ പുതിയ വില കുറഞ്ഞ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് പുതിയ മോഡലാക്കിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ പഴയ സാരികൾ എങ്ങനെയാണ് പുതിയതുപോലെ ആക്കുന്നത്? എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യണത്? ഞാൻ ആ പഴയ സാരിയിലെ വർക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റേതായ പുതിയ രീതിയിൽ സൈഡ് ലൈസ് വെക്കാനോ അല്ലെങ്കിൽ വല്ല മിററൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുകയും ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സൊക്കെ വെക്കുകയും ചെയ്തിട്ടാണ് ആ മുന്നത്തെ സാരിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ട് ചേഞ്ച് ചെയ്ത് തന്നെയാണ് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പഴയ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് തന്നെ പുതിയ സാരിയിലേക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതുമാണ്. നമുക്ക് ഫിനാൻഷ്യലി ലാഭം ഉണ്ടാവുമോ നമ്മളിങ്ങനെ ഈ പഴയ സാരിയിൽ നിന്ന് പുതിയ സാരിയിലേക്ക് ആകുമ്പോഴേക്കും? പുതിയ സാരി നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ പഴയ സാരിയിലാകുമ്പോൾ കുറച്ച് മെറ്റീരിയൽസ് മാത്രം മതി നമുക്ക് ആവശ്യം വരുന്നത്. നമ്മൾ പുതിയ സാരി വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 5,000 റുപ്പീസൊക്കെ വരും. ഇത് നമ്മൾ പഴയ സാരിയിലാകുമ്പോൾ 1,000 ബിലോയെ വരുന്നുള്ളൂ മെറ്റീരിയൽസിന് വാങ്ങിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും സിം ചെയ്ത വർക്കുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ? നമുക്ക് കാണാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് കാണാം. ഇത് നമ്മൾ പണ്ട് യൂസ് ചെയ്ത് മാറ്റി വെച്ച സാരിയാണ്. അത് വീണ്ടും നമ്മളിതുപോലെ ലൈസൊക്കെ വെച്ചിട്ട് വീണ്ടും പുതിയതായിട്ട് വർക്ക് ചെയ്തെടുത്തേക്കുവാണ്. ഇതിന് ഏകദേശം ഒരു 300 ബിലോയൊക്കെ വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലൈസ് തന്നെയാണ്. ഇത് വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 9 മീറ്റർ വേണം ഒരു സാരി ഫുള്ള് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഉപയോഗിക്കാത്തൊരു കേരള സാരി ആയിരുന്നു. ഇതിൽ ഞാൻ മിററും പിന്നെ കുറച്ച് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ സാരിയാക്കി എടുത്തേക്കുവാണത്. ഇതൊരു പഴയ സാരിയുടെ ലൈസാണ്. ഞാൻ അതിൽ നിന്ന് മാറ്റി പുതിയ മെറ്റീരിയലിലേക്ക് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണത്. സാരിയുടെ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 3,000 4,000 ഒക്കെ വരുന്നുണ്ട്. ഇത് ചെയ്തിട്ട് എനിക്കാകെ 1,500 വന്നിട്ടുള്ളൂ. ഇതെൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇത് ജോയിൻ്റ് ചെയ്തെടുത്തതാണ്. ഇതൊരു ഫ്യൂഷൻ സാരി പോലത്തെയാണ്. ഇതിൽ നമ്മൾ ഓറഞ്ച് കളറ് പിന്നെ ക്രീം മജന്ത ഇതൊക്കെ ഈ 3 കളറും കൂടിയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റോൺസ് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇതിന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5,000 6,000 ഒക്കെ വരും. എനിക്ക് ആകെ കോസ്റ്റ് വന്നിരിക്കുന്നത് 2,000 ബിലോയാണ് വന്നിട്ടുള്ളത്. ഫ്രോക്ക് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് സാറ്റൻ റിബൺ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് 400 ആയി.
ഫ്രോക്കിന്. നമ്മളിതിപ്പോൾ എല്ലാ വർക്കിന് ശേഷം പുറത്ത് മേടിക്കുകയാണെങ്കിൽ അത് രൂപയാവും. ഇത് സാധാരണ ഒരു പീസുള്ള കുട്ടിയുടെ സൈസാണ് ഈ ഫ്രോക്ക് വരുന്നത്. നമ്മൾ ബർത്ത്ഡേക്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ 2000 ഒക്കെ റേഞ്ച് അല്ലേ, 1500-2000 രൂപയ്ക്ക് വരും ഒരു ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ ഫ്രോക്ക് വാങ്ങിക്കാനത്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഒരു പക്ഷേ അതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫ്രോക്ക് പ്ലെയിൻ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ സാറ്റൻ റിബൺ കൊണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അമ്മച്ചിയാണ് എനിക്ക് ഓരോ നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് തരുന്നത്. അതുപോലെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാനായിട്ട്. ഹസ്ബൻഡ് മെറ്റീരിയൽസ് നോക്കിയെടുക്കാനൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ക്ലോത്തൊന്നും അറിയില്ല, അല്ലാതെയുള്ള ആക്സറീസൊക്കെ എല്ലാം വാങ്ങിച്ചത് ഹസ്ബൻഡാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് സിമി? വീട്ടിൽ ഹസ്ബൻഡ് 3 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് പേര് ബെന്നി എന്നാണ്. പിന്നെ 3 പെൺകുട്ടികളാണ് ഉള്ളത്. ഒരാളുടെ പേര് ആൻസെറ, രണ്ടാമത്തേത് അറിയന്ന, മൂന്നാമത്തെ ആളുടെ പേര് ആശ്രിയ മറിയം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? മൂത്താൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾ LKG, മൂന്നാമത്തെ ആൾ 3.5 വയസ്സുണ്ട്, അംഗൻവാടി പോവാം. സിമി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, എന്താ സിമിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സമയം കിട്ടാറുണ്ട്. അത് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നേക്കാൾ അറിയാവുന്ന ഇതിനെക്കുറിച്ച് അറിയാവുന്ന നന്നായിട്ട് ചെയ്യും. ഞാൻ ഫാഷൻ ഡിസൈനൊന്നും പഠിച്ചിട്ടില്ല, ഞാനെങ്ങും കണ്ടു ചെയ്യുന്നതുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞാൻ ഇതുപോലെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. സിമി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പലർക്കും ഇത് കാണുമ്പോഴേക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണിത്. ഇത്രയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഐഡിയാസുകളും ഒക്കെ ഉണ്ടാവാൻ ആശംസിക്കുന്നു. ഇതുവരെ ഞങ്ങളെ ചെലാൻ വീഡിയോയിലൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. സിമിക്കൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. പേര് സേറാസ് ഡിസൈൻ എന്നാണ്. ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരുമേ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ സിമി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൂടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് സിമി ഇതിലും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ. ടെൻസി ഫ്രം ചെലാന മീഡിയ.